Hi learners. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറി എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് MA ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സെക്കൻഡ് സെക്ഷൻ, ഈ വീഡിയോയിൽ സെക്കൻഡ് സെക്ഷൻ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതാണ് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. Lamb's prose style, mysticism and symbolism in Blake's poems, significance of Catherine's pronouncement, Heathcliff. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഇസ് ലാംബ്സ് പ്രോസ് സ്റ്റൈൽ. അല്ലേ, ലാംബിൻ്റെ പ്രോസ് സ്റ്റൈലാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ഷോർട്ട് എസ്സേ. ചാൾസ് ലാംബിൻ്റെ നമുക്ക് പഠിക്കാനുള്ള പ്രോസ് ഡ്രീം ചിൽഡ്രൻ റിവറി ആണ്. അതിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്ററിൻ്റെ തോട്ട്സിനനുസരിച്ച് തോട്ട്സ് പുതിയ വേൾഡിലേക്കും പാസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ആ തോട്ട്സിൽ വരുന്നതനുസരിച്ച് അത് എഴുതുക. അതിനാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. All of Charles Lamb's major trademarks as an essayist are to be found in his work Dream Children, a Reverie. Hence, we can go through this work which was taken from the collection Essays of Area. അപ്പോൾ നമുക്ക് ഡ്രീം ചിൽഡ്രൻ റിവറി ഒരു എക്സാമ്പിളാക്കി വെച്ചിട്ട് ചാൾസ് ലാംബിൻ്റെ പ്രോസ് സ്റ്റൈലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡ്രീം ചിൽഡ്രൻ റിവറിയിൽ എന്താ ഉണ്ടാകുന്നത്? ചാൾസ് ലാംബ് ഒരു ഫാദറായിട്ട് ഇമാജിൻ ചെയ്യുകയാണ്, ഒരു ഡ്രീമിലാണ്. ആ സമയത്ത് 2 കുട്ടികളുണ്ട്, ഒരു ഡോട്ടറും ഒരു സണ്ണും, ആലിസും ജോണും. അവരുടെ അടുത്ത് അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്രീം ചിൽഡ്രൻ റിവറിയിൽ. അവരുടെ ഗ്രാൻഡ് മദർ, അങ്കിൾ, മദർ, അവരുടെയൊക്കെ സ്റ്റോറീസ് പെട്ടെന്ന് അതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. സോ എസ്സേസ് ഓഫ് ഏലിയ എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. ഏലിയ എന്ന് പറയുന്നത് ചാൾസ് ലാംബിൻ്റെ സ്യൂഡോണിയമാണ്. ചാൾസ് ലാംബ് ഏലിയ എന്നുള്ള പേരിലാണ് എഴുതിയിരുന്നത്. The essays Lamb wrote under the pseudonym Elia, under the title Essays of Elia, are mostly intimate revelations of his own personal life experiences, emotions and thoughts. In Dream Children, Lamb uses stream of consciousness technique to write the essay. Stream of consciousness refers to a style of writing in which the writer narrates his thought and ideas in same flow as they come into his mind. നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. ഹി യൂസസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. എന്താണ് മൈൻഡിൽ വരുന്നത് അതപ്പം ഹി റൈറ്റ്സ്. Lamb has used a conversational and informal tone throughout the essay. ഒരു ഇൻഫോർമൽ ടോണാണ് യൂസ് ചെയ്യുക. There seems to be 2 settings in the essay. One, Lamb's real world where he is seated in armchair, and second, the Lamb is in Lamb's dream, the place in Lamb's dream where he is narrating the story of his children. ഇപ്പോൾ 2 സെറ്റിംഗ് ആണുള്ളത്. ഒന്ന് ലാമ്പിൻ്റെ റിയൽ വേൾഡ്, പിന്നെ ലാമ്പിൻ്റെ ആ ഒരു സ്റ്റോറിയുള്ള സെറ്റിംഗ്. Beneath the wit and humor of Lamb's dream children lies a strong note of nostalgia, regret and melancholy. It almost feels like Lamb is trying to hide or go past these emotions of disappointments and frustrations by laughing rather than weeping. അപ്പോൾ പല ഡിസപ്പോയിൻമെൻറ്റ്സും ചിരിച്ചുകൊണ്ട് ലാമ്പ് തള്ളുന്നത് പോലെ തോന്നുന്നുണ്ട്. There is a mingling of both joy and sorrow throughout the essay. Even in his description of the good old days at his grandmother's house, death and such harsh realities are still portrayed in it, like in his stating of the fact that his grandmother died of cancer despite being a highly respected and religious woman. Lamb also hints at the unfortunately early death of his brother John Lamb in the essay. അപ്പോൾ ബ്രദർ ജോൺ ലാമ്പിൻ്റെ മരണവും ഗ്രാൻഡ് മദറിൻ്റെ മരണവും ഒക്കെ പറയുന്നുണ്ട്. Faithful Bridget in the essay refers to Lamb's elder sister Mary Lamb, who never married due to her mental health conditions. Okay, ലാമ്പിൻ്റെ സിസ്റ്റർ ഉണ്ട് മേരി ലാമ്പ്. ഷി ഹാസ് നോട്ട് മാരീഡ്. അതുകൊണ്ട് തന്നെ ലാമ്പും മാരി ചെയ്തിട്ടില്ല. ഷീ ഈസ് കോൾഡ് ഫെയ്ത്ത്ഫുൾ ആസ് ഷീ ഈസ് ദ സോൾ കമ്പാനിയൻ ഇൻ ലാംബ്സ് ലൈഫ്, ആൻഡ് വെൻ ദ ഡേ ഡ്രീം എൻഡ്സ് ഹി ഫൈൻഡ്സ് ഹെർ സിറ്റിംഗ് ബിസൈഡ് ഹിം, not Anne or the children he and Anne might have had together. The narrator's bachelor armchair symbolizes his loneliness and lack of a wife and children. അപ്പം കഥ പറഞ്ഞു കഴിയുമ്പം മക്കളുടെ അടുത്ത് കഥ പറയുന്ന പോലെയാണ് പറയുന്നത്. ഇപ്പം ആൻ എന്ന് പറയുന്നത് വൈഫാണ്, സ്റ്റോറിയിലുള്ള വൈഫ്, ആ മക്കളുടെ അമ്മ. ലാമ്പിന് ഇഷ്ടമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതിനെയാണ് പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് ലാമ്പ് വന്നപ്പം കൂടെയുള്ളത് മേരി ലാമ്പാണ്, സിസ്റ്ററാണ്, അല്ലാതെ ആ ഒരു സ്വപ്നത്തിലെ വൈഫൊന്നുമല്ല.
Lamb uses the essay as a medium to express his long unfulfilled desires and longings, like his desire to marry Anne Simmons. He tried escaping into the world of fantasy and memories by narrating his childhood days, but then cracklands back to reality in the realization that the children are imaginary after all. ഓക്കെ, അപ്പോൾ ആൻ സിമൺസിനെ വിവാഹം കഴിക്കാനുള്ളൊരു ഡിസയറും ഒക്കെ അദ്ദേഹം ആ ഒരു റിവറിലൂടെ പറയുകയാണ്. By the end of the essay, he returns back from the imaginary world to realization that he never got to marry Anne as Anne married someone called Bartram. അപ്പോൾ ആന് പിന്നെ ബാർട്രം എന്ന പേരുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആനിനെ ഒരിക്കലും മാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. Lamb is therefore just a bachelor who is having a reverie. Although the essay begins on a misleading realistic note, the subtitle, a reverie, which literally means a daydream, prepares the reader for a return to reality. The humoristic attitude of the essay gradually washes off, revealing a melancholy picture. അപ്പോൾ ആ ഒരു ഹ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്നത് മക്കളുടെ അടുത്ത് സ്റ്റോറി പറഞ്ഞു തുടങ്ങുമ്പോൾ. പിന്നീട് അതിങ്ങനെ സീരിയസ് ടോണിലേക്ക് വന്ന് പിന്നെ റിയൽ വേൾഡിലേക്ക് വരികയാണ്. The readers are in for a painful awakening at the end of the essay when they realize that the narrator is a bachelor after all and the children were merely products of his imagination. His description of the children's reactions and their expressions seemed so realistic that one finds it hard to believe he never was a father after all. Okay. സ്റ്റോറി പറയുന്നതിനിടയ്ക്ക് ആ ഡ്രീം പറയുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഉള്ള മക്കളുടെ ഒരു ഇപ്പോൾ ആ സ്റ്റോറി കേൾക്കുന്ന മക്കളുണ്ടല്ലോ സാങ്കല്പികമായിട്ടുള്ള ആലസും ജോണും അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഒരു കുട്ടികളുടെ ഒരു സൈക്കോളജിയൊക്കെ അറിയാവുന്ന കുട്ടികളുള്ള ഒരാളുടെ പോലെയാണ് അതൊക്കെ പറയുന്നത്. It also reveals the author's keen observation and knowledge about child psychology, and thus we come to the significance of the title Dream Children, as Lamb dreams or longs to have children of his own. So ഇതാണ് ഡ്രീം ചിൽഡ്രൻ റിവറി എന്ന് പറയുന്ന പ്രോസിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. All of Charles Lamb's major trademarks as an essayist are to be found in this work. ഒരു എസ്സേയിസ്റ്റ് എന്ന നിലയ്ക്ക് ചാൾസ് ലാമ്പിൻ്റെ എല്ലാ ഒരു ട്രേഡ് മാർക്സും കാണുന്നൊരു വർക്കാണ് ഡ്രീം ചിൽഡ്രനെ റിവറി. ഹി യൂസസ് ഓവറോൾ എ റിലാക്സ്ഡ് ആൻഡ് കൊളോക്കിയൽ വോയിസ് ആൻഡ് എ ജെൻറ്റിൽ സെൻസിബിലിറ്റി, ഇൻകോർപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ, വിംസി, സ്ട്രോങ് പേഴ്സണൽ റീകളക്ഷൻ ആൻഡ് ടച്ചസ് ഓഫ് പാത്തോസ്. അപ്പം ഓവറോൾ ഒരു റിലാക്സ്ഡ് ആൻഡ് കൊളോക്കിയൽ വോയിസ് ആണ് എസ്സേസിൽ യൂസ് ചെയ്യുക. പിന്നെ എലമെൻറ്റ്സ് ലൈക്ക് ഹ്യൂമർ, വിംസി, സ്ട്രോങ് പേഴ്സണൽ റീകളക്ഷൻസ്, ടച്ചസ് ഓഫ് പാത്തോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. വിംസി മീൻസ് കോമഡി. അപ്പോൾ ഹ്യൂമറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിലും ടച്ചസ് ഓഫ് പാത്തോസും കൂടെ കാണാൻ പറ്റും ഇതിൽ. പാത്തോസ് മീൻസ് പ്രോബ്ലംസ്. അതിൽ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ബ്രദറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ. ആൻഡ് ഹിസ് എസ്സേസ് ഇൻക്ലൂഡ് സ്ട്രോങ് പേഴ്സണൽ റീകളക്ഷൻ. പേഴ്സണൽ റീകളക്ഷൻസ് ഒക്കെ ഉണ്ടാവും, കുറച്ച് പേഴ്സണലായിട്ടായിരിക്കും എസ്സേസ് എഴുതുന്നത്. So that's about Charles Lamb's prose style. Next question, mysticism and symbolism in Blake's poems. ബ്ലേക്കിൻ്റെ പോംസിലുള്ള മിസ്റ്റിസിസവും സിംബോളിസവും. മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റിസിസം മീൻസ് ഇറ്റ് ഈസ് എ ബിലീഫ് ദാറ്റ് വിൽ ജോയിൻ വിത്ത് ഗോഡ്, ഓക്കെ, ഓർ എ യൂണിയൻ വിത്ത് ഗോഡ്. സിംബോളിസം എന്ന് പറഞ്ഞാൽ സിംബോളിസം മീൻസ് സിംബൽസ് ഓർ എനിത്തിങ് റെപ്രസെൻറ്റിങ് ദ അതർ തിങ്. വേറെ ഒന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സിംബോളിസം എന്ന് പറയുന്നത്. നൗ വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ, ദ ലാംബ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന പോംസ്. അപ്പം അതിനെ വെച്ചിട്ടാണ് പറയേണ്ടത്, അതിലുള്ള മിസ്റ്റിസിസവും സിംബോളിസവും. സോ വില്യം ബ്ലേക്ക് ട്രസ്റ്റഡ് ഹിസ് ഇമാജിനേഷൻ മോർ ദാൻ ലോജിക് ആൻഡ് റീസൺ. The Tiger and the Lamb are famous poems by Blake in which he uses mysticism and symbolism. The Tiger was published in 1794 under the collection Songs of Experience. It was published as a follow-up to Songs of Innocence. The Lamb belongs to Songs of Innocence. The Songs of Innocence-le poem-ആണ് The Lamb. Songs of Experience-le poem-ആണ് The Tiger. സോങ്സ് ഓഫ് ഇന്നസെൻസിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെ അതിന് ശേഷം എഴുതിയതാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ദ ലാമ്പിന് ശേഷമാണ് ദ ടൈഗർ എഴുതിയിട്ടുള്ളത്. പിന്നീട് ഇതൊരൊറ്റ കളക്ഷനാക്കി സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള പേരിൽ. In The Lamb, there are two characters, a child and a lamb. The child is a speaker and the lamb is the listener. എന്താണ് കേട്ടത്? ഹീ എന്നല്ല. The child asks several questions to the lamb, expecting replies from it.
This question answer technique lends a dramatic touch to the poem. The child and the lamb are unified with God, and the quality that links them together is innocence. അപ്പോൾ ഒരു ചൈൽഡും ഒരു ലാമ്പും, ഒരു ആട്ടിൻകുട്ടിയും ചൈൽഡും തമ്മിലുള്ള, ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ, ഒരു കുട്ടി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പോലെയാണ് ആ ഒരു പോം ഉള്ളത്. ഒരു ഡ്രമാറ്റിക് ടച്ചുള്ള ഒരു പോമാണ്. അവർ രണ്ടുപേരും ഗോഡിനോട് ലിങ്ക്ഡ് ആണ്. ആ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഇന്നസെൻസ് ആണ്. രണ്ടും ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സ് ആണ്. ദസ് ഗോഡ്, ലാംബ് ആൻഡ് ദ ചൈൽഡ് ഫോം എ ഹോളി ട്രിനിറ്റി. അപ്പം മൂന്നും അവിടെ ഒരു യൂണിയൻ കാണാമല്ലോ. അപ്പോൾ അതാണ് അവിടെ മിസ്റ്റിസിസം യൂസ് ചെയ്തിട്ടുണ്ട്. ഗോഡും ലാംബും ചൈൽഡും തമ്മിൽ, ലാംബും ചൈൽഡും ഗോഡിലേക്കുള്ളൊരു റീയൂണിയൻ അല്ല, ഒരു യൂണിയൻ, ഗോഡിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതിനാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ദ ചൈൽഡ് ഹാർബേഴ്സ് നോ ഈവിൽ തോട്ട്. ഹിസ് മൈൻഡ് ഇസ് നോട്ട് പൊല്യൂട്ടഡ് ബൈ എനി സെൽഫിഷ്നെസ്, എൻവി, കറപ്ഷൻ. ചൈൽഡിന് കറപ്ഷനോ ഒന്നുമില്ല, കുട്ടികൾ നിഷ്കളങ്കരായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ ഗോഡിലേക്ക് എത്തുന്നത്, ത്രൂ ഇന്നസെൻസ്. Blake expresses his mystical thoughts through symbols. Nobody acquainted with Blake's poetry will deny that symbolism has large role to play in it. ഇനി സിംബോളിസം, ബ്ലേക്ക് ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ പ്രസൻറ്റ് പോം ഇസ് നോ എക്സെപ്ഷൻ. സിമ്പിൾസ് ആർ ലാർജ്ലി ഡ്രോൺ ഫ്രം ബൈബിളിലുള്ള ഒരുപാട് സിമ്പിൾസ് ബ്ലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. Unlike the tiger, which stands for power, wildness and cruelty, represents innocence, simplicity and joy. ടൈഗർ പവർ, വൈൽഡ്നെസ്, ക്രൂവൽറ്റി ഒക്കെ ആണെങ്കിൽ ഇതിൽ ഇന്നസെൻസ്, സിംപ്ലിസിറ്റി, ജോയ് ഒക്കെയാണ് ലാംബിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ചൈൽഡ് ഈസ് ഓൾസോ ദ സിമ്പിൾ ഓഫ് ലവ്, ഇന്നസെൻസ്, സിമ്പതി. ചൈൽഡിനെയും നമുക്ക് സിംബലൈസ് ചെയ്യാം, ലവ്, ഇന്നസെൻസ്, സിമ്പതി, അതിനോടൊക്കെ. ചൈൽഡ് അതിൻ്റെ ഒക്കെ ഒരു സിമ്പിളാന്ന് പറയാം. അവിടെയും സിംബോളിസം ഉണ്ട്. എല്ലായിടത്തും ബ്ലേക്കിൻ്റെ പോംസിൽ സിംബോളിസം കാണാൻ പറ്റും. God in the same way acts as a symbol of the good shepherd, under whose supervision both the lamb and child can enjoy such delight, security and peace. ഗോഡിനവിടെ ഒരു ഗുഡ് ഷെഫേർഡിൻ്റെ ഒരു സിമ്പലും കൂടെ ഉണ്ട്. കംപ്ലീറ്റ് പോംസിൽ സിമ്പിൾസ് ആണ് വരുന്നത്. ദ ടൈഗർ ഈസ് ദ കൗണ്ടർ പോയിന്റ് ടു ദ lamb. The tiger seems to symbolize the fierce force that is needed to tear down the chains of experience. ടൈഗറിനെ ഒരു ഫിയേഴ്സ് ഫോഴ്സ് ആയിട്ടാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. രണ്ട് പോയത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ സിംബോളിസം ഉണ്ട്. ദ ഈവിൽ പ്രസൻസ് ഇൻ ദ ടൈഗർ ഇസ് ഓൺലി ആൻ ആസ്പെക്ട് ഓഫ് ഡിവൈൻ സ്ട്രെങ്ത് ആൻഡ് എനർജി. ടൈഗറിലുള്ളൊരു ഈവിൽ പ്രസൻസ്, ടൈഗറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ സ്ട്രെങ്ത് ആൻഡ് എനർജി ദ ടൈഗർ ഹാസ് ഗോട്ട്. ദ ടൈഗർ ഓഫ് ബ്ലേക്ക് ഇസ് എ സിംബൽ ഓഫ് ഡിവൈൻ wrath. The tiger is terrifying, unlike the lamb. Blake thinks that power is incomplete without love. God's power will guarantee God's love. അപ്പോൾ ഗോഡ്സിൻ്റെ പവർ ഉണ്ടെങ്കിൽ ഗോഡ്സിൻ്റെ ലവ് ഉണ്ട്. പവർ, ലവ് കൂടെ ഉണ്ടെങ്കിൽ പവർ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണ് ബ്ലേക്കിൻ്റെ തോട്ട്. Blake's philosophy stands on the ground that contraries are needed for advancement. Thus, his view on good or evil is essentially mystical. So, this is about this mysticism and symbolism in Blake's poems. Next question. Significance of Catherine's pronouncement, I am Heathcliff. അപ്പം കാതറിന് ഐ ആം ഹെത്ത്ക്ലിഫ് എന്ന് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് wuthering ഹൈറ്റ്സിലേതാണ്. wuthering ഹൈറ്റ്സ് ബൈ എമിലി ബ്രോണ്ടെ. One of the most famous quotes from Emily Bronte's 1847 novel Wuthering Heights is, I am Heathcliff. This phrase is far more than a declaration of identity. It's a message about love and loyalty. These words send a powerful message about friendship, love and marriage. ഓക്കെ, അപ്പം wuthering ഹൈറ്റ്സിലൊരു ഫേമസ് കോട്ടാണ് ഐ ആം ഹെത്ത്ക്ലിഫ്. ഇതെപ്പോൾ വരുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡൈവ് ഇൻ ടു മോർ ഡീറ്റെയിൽ ഓൺ വാട്ട് പേർപ്പസ് ദിസ് കോട്ട് ഹാസ് ഇൻ ദ സ്റ്റോറി. wuthering ഹൈറ്റ്സിൻ്റെ സ്റ്റോറിയൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതും കൂടെ പറഞ്ഞാൽ അത് വീഡിയോ കുറച്ചൊക്കെ ലെങ്തി ആവും. അതുകൊണ്ട് അതിൻ്റെ ഒരു സമറിയിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിൽ ഹെത്ത്ക്ലിഫിൻ്റെയും കാതറിൻ്റെയും ഒരു ലവ് സ്റ്റോറി പിന്നീട് ഹെത്ത്ക്ലിഫിൻ്റെ ഒരു റിവെഞ്ച് സ്റ്റോറി ആയി മാറി, അങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ ഐ ആം ഹെത്ത്ക്ലിഫ് എന്നുള്ള കോട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. Catherine once tells Nellie that Edgar Linton has proposed to her and that she's accepted. Nellie is shocked both because Catherine has just treated Edgar so badly and because Catherine doesn't really have a good reason to love him. അപ്പോൾ നെല്ലി ആകെ സർപ്രൈസ്ഡ് ആവുകയാണ്. കാതറിന് എഡ്ഗറിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു, എഡ്ഗറിനെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ കെയർ ടേക്കർ നെല്ലി ഷോക്ക്ഡ് ആവുകയാണ്. ബിക്കോസ് കാതറിൻ
എഡ്ഗറിനെ ലവ് ചെയ്യാനുള്ള ഒരു റീസണും നെല്ലി കാണുന്നില്ല. പിന്നെ കാതറിൻ എഡ്ഗറിനെ നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്തിരുന്നതും. കാതറിൻ ഈവൻ അഡ്മിറ്റ്സ് ടു നെല്ലി ദാറ്റ് മാരിങ് എഡ്ഗർ ഫീൽസ് റോങ് ബോത്ത് ഇൻ ഹെർ ഹെഡ് ആൻഡ് ഇൻ ഹെർ ഹാർട്ട്. But marrying Heathcliff would degrade Catherine. Nellie soon realized that Heathcliff has been listening at the door, but he leaves after that last part. അപ്പോൾ കാതറിൻ നെല്ലിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾക്കറിയാം എഡ്ഗറിനെ മാരി ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് റോങ് എന്നുള്ളത് അവൾക്കറിയാം, ബട്ട് ഹെത്ക്ലിഫിനെ മാരി ചെയ്താൽ അത് അവളുടെ ലൈഫ് ഡീഗ്രേഡ് ആയി പോകുന്നത് പോലെയാണെന്ന് പറയും. അപ്പോൾ നെല്ലിക്കറിയാം ഹെത്ക്ലിഫ് ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഹെത്ക്ലിഫ് എന്നിട്ട് പോവും. അപ്പോൾ കാതറിൻ കണ്ടിന്യൂ ചെയ്യും. കാതറിൻ ഗോസ് ഓൺ ടു ടെൽ നെല്ലി ദാറ്റ് ഷീ ഫീൽസ് ബോണ്ടഡ് ടു ഹെത്ക്ലിഫ് ബട്ട് ഹിസ് ക്ലാസ് ഇസ് ടു ലോ. ഇഫ് ദേ മാരീഡ് ദേർ ബി ബെഗേഴ്സ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ കാതറിൻ പറയും കാതറിന് ഇഷ്ടമാണ് ഹെത്ക്ലിഫിനെ, ബട്ട് അവർ കല്യാണം കഴിച്ചാൽ അവർ ബെഗേഴ്സ് ആവേണ്ടി വരും, ബിക്കോസ് ഹീ ഈസ് നോട്ട് ഹാവിങ് എ സോഷ്യൽ സ്റ്റാറ്റസ്, ഹീ ഈസ് ടു ലോ, ഹീ ഈസ് ഫോർ ടു ലോ ക്ലാസ്. ഷീ ഡസ് ദോ ഫീൽ വെരി ബോണ്ടഡ് ടു ഹെത്ക്ലിഫ്. എന്നാലും അവൾ ഹെത്ക്ലിഫിനോട് നല്ല ബോണ്ടഡ് ആണ്. ഹിസ് മിസറീസ് ആർ ഹെർ മിസറീസ് ആൻഡ് ഇഫ് എവറിത്തിങ് ഓൺ എർത്ത് ഡൈ എക്സെപ്റ്റ് ഫോർ ഹെത്ക്ലിഫ് കാതറിൻ വുഡ് ബി ഓക്കെ. കാതറിന് ഹെത്ക്ലിഫിന് ഇഷ്ടമാണ്. ഹെത്ക്ലിഫിൻ്റെ മിസറീസ് ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലൊക്കെ കാതറിൻ്റേതുപോലെയാണ്. ഏർത്തിൽ ഹെത്ക്ലിഫ് അല്ലാതെ ആർക്ക് എന്ത് സംഭവിച്ചാലും ആര് മരണപ്പെട്ടാലും കാതറിൻ വുഡ് ബി ഓക്കെ. കാതറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. I am Heathcliff, she says to Nellie, and even marrying Edgar won't change that in her mind. I am Heathcliff, ഞാൻ തന്നെയാണ് ഹെത്ക്ലിഫ്. ഹെത്ക്ലിഫിൻ്റെ വേദനകളെല്ലാം എൻ്റെ വേദനയുമാണ് എന്നുള്ള രീതിയിൽ അവൾ പറയുകയാണ്. സോ ദാറ്റ് ഷോസ് ദ ഡീപ്പ് ലവ് ഓഫ് കാതറിൻ ടു ഹെത്ക്ലിഫ്, ദ ലവ് ബിറ്റ്വീൻ ദം. അപ്പോൾ അതാണ് ആ ഒരു ലൈൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നെല്ലിയുടെ അടുത്ത് കാതറിൻ പറയുന്നതാണ് ഐ ആം ഹെത്ക്ലിഫ് എന്ന്. ഇനിയിപ്പോൾ എഡ്ഗറിനെ മാരി ചെയ്താലും കാതറിൻ വിൽ ബി ലവിങ് ഹെത്ക്ലിഫ്. ബട്ട് കാതറിൻ പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് പറയുകയാണ് ഹെത്ക്ലിഫിനെ വിവാഹം ചെയ്താൽ അവൾ പെട്ടുപോകും എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാതറിൻസ് പ്രൊനൗൺസ്മെൻറ്റ് ഐ ആം ഹെത്ക്ലിഫ്. ഇറ്റ് ഷോസ് ദ ഡീപ്പ് ലവ് ഓഫ് കാതറിൻ ടുവേർഡ്സ് ഹെത്ക്ലിഫ് ആൻഡ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെനിസൺസ് ടിഥോനസ് ആസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ടിഥോനസ് ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ പേഴ്സൺ, ഒരു സിംഗിൾ പേഴ്സൺ ഒരു സ്റ്റോറി പോലെ പറയുന്ന ഒരു പോമാണ് ഡ്രമാറ്റിക് മോണോലോഗ്. Tithonus is a figure from Greek mythology. The poem describes the fate of Tithonus, who is gifted to remain immortal, which becomes a curse for him. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഫിഗറാണ് ടിത്തോനസ്. ആ പോയത്തിൽ വരുന്നത് ടിത്തോനസിന് ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ്, മരണമില്ലാത്തൊരു ഗിഫ്റ്റ്, ഇമ്മോർട്ടൽ ആവാനുള്ളൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്. ബട്ട് അതിനെ കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ഡ്രമാറ്റിക് മോണോലോഗ് ആൻഡ് ഫസ്റ്റ് റിട്ടൺ ഇൻ ദ ടൈറ്റിൽ ടിത്തോൺ ഇൻ 1833. ടിത്തോൺ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ. ദ പോം ബിഗിൻസ് വിത്ത് ദ സ്പീക്കേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നാച്ചുറലി ഏജിങ് വുഡ്സ് ആൻഡ് ഹൗ സാഡ് ഇറ്റ് മേക്സ് ഹിം. അപ്പോൾ നേച്ചറിലെ വുഡ്സൊക്കെ നാച്ചുറലി ഏജിങ് ചെയ്യുന്നത് കാണുമ്പോൾ, നാച്ചുറലി ഏജ് ആവുന്നത് കാണുമ്പോൾ ഹീ ഫീൽസ് സാഡ്. Unlike all other elements of nature, he is destined to stay immortal or never die. He sees himself no longer as a man, but a mere shadow who is forced to see the never-aging face of his lover every morning. He does not feel no longer as a man, because immortal ആവാനുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ. He is forced to see the never-aging face of his lover. He feels like he is a mere shadow. He narrates the story of him asking Aurora for immortality, which she granted without a second thought, like rich men who give charity without caring how much they give. അപ്പം നല്ല റിച്ച് ആയവർ ചാരിറ്റി കൊടുക്കുന്നത് പോലെ, എത്രയാണ് കൊടുക്കുന്നതെന്ന് നോക്കാതെ ചാരിറ്റി അങ്ങ് കൊടുക്കുന്നത് പോലെ അറോറ ഈസ് എ ഗോഡ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴേക്കും ഇമ്മോർട്ടൽ ആവാനുള്ള ആ ഒരു ഗിഫ്റ്റ് തന്നു. She did not consider his youth and he will never meet death as other men do. അപ്പം അയാളുടെ യൂത്തിനെ പറ്റിയൊന്നും അവൾ ഓർത്തില്ല. മറ്റുള്ളവരെ പോലെ ഇയാൾ മരിക്കാനും പോകുന്നില്ല. He now realized the mistake he made. Now when the sun rises every morning, he observes Aurora's chariot take her back into the sky where he once adored her. Every single day he pleads with her to take back what she had given, but in vain. തന്ന ആ ഒരു ഗിഫ്റ്റ് തിരിച്ചെടുക്കാൻ വേണ്ടി പറയാറുണ്ട്, ബട്ട് കാര്യം ഉണ്ടായിട്ടില്ല. He feels that she is unable to retract what she had once bestowed upon him. He then remembers an older lover he used to have, the life that he now yearns for. He then remembers an old lover he used to have, the life that he now yearns for. They could make
love without pretense or the pull of immortality. The poem concludes with the speaker asking Aurora to free him from the east where he has been imprisoned. He wants to die now so that Aurora can see his grave when she rises, and he forgets how he feels when he sees her return on silver wheels every morning. So the poem is written in the form of a dramatic monologue in which only one speaker is used to tell the entire story, and Tithonus is telling the story. Next question. Significance of the title of the poem, A Musical Instrument. A musical instrument എന്ന് പറയുന്ന പോയത്തിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ പോയമാണ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം അതിൽ എന്താണ് വരുന്നത്, ഗോഡ് പാന് ഒരു റീഡ് ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. റീഡ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്. ഗോഡ് പാൻ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു വുമൺ ആണ് ഒരു റീഡിൻ്റെ ഫോമിലേക്ക് മാറുന്നത്. എന്നിട്ട് ആ റീഡിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് റീഡിനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റുകയാണ് ഗോഡ് പാൻ. അതുകൊണ്ടാണ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളൊരു പേര് വരുന്നത്. പിന്നെ അവിടെ ഒരു പാട്രിയാർക്കിയൽ ഡൊമിനൻസും കാണാൻ പറ്റും. വുമൻസിനെ മെൻ യൂസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് ആ മ്യൂസിക് ഇങ്ങനെ അവർ ആസ്വദിക്കുകയാണ്. അതുപോലെ വുമൻസിനെ അവരുടെ കയ്യിൽ വെച്ചിട്ട് ആസ്വദിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യുന്നത് വുമൻസാണ് എന്നുള്ളൊരു തീമും കൂടെ വരുന്നുണ്ട് അതിൽ. A Musical Instrument is a poem written by Elizabeth Barrett Browning. In the poem, God Pan is searching for the reed which was once the woman he attempted to seduce. The god finds the reed and converts it into a flute, which is a musical instrument. Hence the title, A Musical Instrument. The poem describes the crafting of God Pan's famous flute. The poem begins with the speaker's description of how God Pan was seen searching beside the river for something. He is seen destroying lilies and scattering of the dragonflies there. അപ്പോൾ റീഡ് സെർച്ച് ചെയ്യുന്നത്, ഗോഡ് പാൻ സെർച്ച് ചെയ്യുന്നത് ലിലീസും ഒക്കെ നശിപ്പിച്ച് അവിടുത്തെ ഡ്രാഗൺ ഫ്ലൈസിനൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, ഒരു നേച്ചറിനെ ഒരു ഡിസ്റിഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേച്ചറാണ് അവിടെ ഗോഡ് പാനിനുള്ളത്. There is a destructiveness in his actions, and he shows a selfish disregard for nature here. This poem is based on the story of a god seeking out a reed who was once the woman he attempted to seduce. In the poem, he is seen tearing out the reed until the last leaf and crafting it into a flute that produces mesmerizing music. But reedinte plantinte leaves ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിനൊരു ഫ്ലൂട്ടാക്കി മാറ്റുകയാണ്. The speaker ends the poem by showing her disapproval of God Pan's violence. അപ്പോൾ ഗോഡ് പാനിൻ്റെ വയലൻസിൻ്റെ ഒരു ഡിസപ്രൂവൽ കാണിച്ചുകൊണ്ടാണ് പോം എൻഡ് ചെയ്യുന്നത്. Here, Browning is probably referring to the patriarchal nature of the society, then where women are considered as a possession. The reed, which symbolizes a woman, is molded into a musical instrument which others play and derive pleasure from. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ആ റീഡിനെ ഒരു വുമൻ ആണല്ലോ, അത് വുമനെ സിംബലൈസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിനൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റിയിട്ട് മറ്റുള്ളവർ പ്ലഷർ ഡിറൈവ് ചെയ്യാണ്. എവ്രി വൺ എൻജോയ്സ് ആൻഡ് റിവൈവ്സ് ദംസെൽസ് വിത്ത് ദ മ്യൂസിക് ഡിറൈവ്ഡ് ഫ്രം ദിസ് ഇൻസ്ട്രുമെൻറ്റ് വൈൽ ഇറ്റ് സഫേഴ്സ്. ബട്ട് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അതിൽ സഫർ ചെയ്യുന്നത്. Thus, stereotypical notion of female as sufferer and victim at the hands of men are alluded here. ഫീമെയിൽ വിക്ടിംസിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് കൂടിയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ദ പോയറ്റ് ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഐഡിയ ഓഫ് ഡിസ്ട്രക്ഷൻ ഇൻഹെറൻറ്റ് വിത്തിൻ എ ക്രിയേഷൻ. അപ്പോൾ ഒരു ക്രിയേഷനിലുള്ളൊരു ഡിസ്ട്രക്ഷൻ ഐഡിയവും അവിടെ കാണാം. ഗോഡിൻ്റെ ഒരു ഡുവൽ കൺസെപ്റ്റ് കാണാം, ഒരു ക്രുവൽറ്റിയും ഒരു ക്രിയേറ്റീവ്നെസ്സും കൂടെ. There is a sharp contrast between the artistic form of the poem and its content. The usage of the term true gods in the last stanza also draws attention to the fact that Pan is only a demigod. The true gods here lament Pan's action. അപ്പം പാൻ ഇങ്ങനെ നേച്ചറിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ടാണ് റീഡ് സെർച്ച് ചെയ്യുന്നതൊക്കെ, നേച്ചറിനൊരു ഡിസ്റിഗാർഡ് ചെയ്യുന്നത് പോലെയെന്ന് പറഞ്ഞല്ലോ. അപ്പം ലാസ്റ്റ് ലൈൻസിൽ ട്രൂ ഗോഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രൂ ഗോഡ്സ് അതിനെ ലാമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിന് സങ്കടം തോന്നുന്നുണ്ട് അവർക്ക്. പാൻ ഒരു ട്രൂ ഗോഡല്ല, ഒരു ഡെമി ഗോഡാണ്, ഒരു ഹാഫ് ഗോഡ് ആണ് എന്നുള്ള രീതിയിലാണ്, കംപ്ലീറ്റ്ലി ഒരു ഗോഡല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Thus closing the poem on a different note. The poem also shed light on the concept of duality in beauty and cruelty. Okay,
ഡ്യുവാലിറ്റി ഓഫ് ബ്യൂട്ടി ആൻഡ് ക്രൂവൽറ്റി കാണാം. ഇൻ ദ ഫാക്ട് ദാറ്റ് പാൻ ഇസ് ബോത്ത് എ ബീസ്റ്റ് ആസ് വെൽ ആസ് എ ഗോഡ്, ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. പാൻ ബോത്ത് ഒരു ബീസ്റ്റുമാണ് ഒരു ഗോഡുമാണ്, ഒരു ക്രിയേഷനും ചെയ്യുന്നുണ്ട് ഡിസ്ട്രക്ഷനും ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്യുവാലിറ്റിയും കൂടെ ഈ പോമിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തീം ഓഫ് ഡ്യുവാലിറ്റി ഇൻ ഡിക്കൻസ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസിലെ ഡ്യുവാലിറ്റി എന്താണെന്നുള്ളത്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ബൈ ചാൾസ് ഡിക്കൻസ്. Duality is an instance of opposition or contrast between two concepts or two aspects of something. രണ്ട് ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് കോൺട്രാസ്റ്റുകൾ ഒരുമിച്ചുള്ളതിനാണ് ഡുവാലിറ്റി എന്ന് പറയാം. ദ ഓഥർ ചാൾസ് ഡിക്കൻസ് യൂസസ് ഡുവാലിറ്റി ത്രൂ ഔട്ട് ദ ഫിക്ഷണൽ നോവൽ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് to bring characters who would be thought of as polar opposites together. അപ്പോൾ പോളാർ ഓപ്പോസിറ്റ്സ് ആയി തോന്നുന്ന ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട് എ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ. Duality is seen in the characters of Lucy and Madame Defarge through their complex emotions and behaviors as well as their defining actions. Okay. അപ്പോൾ ലൂസി മാഡം ഡിഫാർജ് രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻറ്റ് ആൾക്കാരാണ്. ഷാർപ്പ് ഡിഫറൻസസ് ഇൻ കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടേഴ്സ് ആർ ദ ബേസിസ് ഓഫ് ഡുവാലിറ്റി. ഓക്കെ. ആൻഡ് ട്രേറ്റ്സ് സച്ച് ആസ് കൈൻഡ്നെസ് ആൻഡ് ബ്രൂട്ടാലിറ്റി ഓർ പാസീവ്നെസ് ആൻഡ് അഗ്രസീവ്നെസ് certainly contrast one another in this fashion. ഒരാൾ കുറച്ച് അഗ്രസീവാണ്, ഒരാൾ കുറച്ച് കൈൻഡാണ്, ഒരാൾ കുറച്ച് ബ്രൂട്ടലാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കോൺട്രാസ്റ്റിംഗ് ആയിരിക്കും. അതിനാണ് ഡുവാലിറ്റി എന്ന് പറയുന്നത്. ദ സ്റ്റോറി ഓഫ് ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് ബിഗിൻസ് ഇൻ പാരീസ് വെൻ എ ഫ്രഞ്ച് ഡോക്ടർ, ഡോക്ടർ മെനറ്റ്, ഹു വാസ് imprisoned in Bastille prison 18 years ago without trial or even a warning, was finally released. അപ്പം ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ മെനറ്റിനെ പ്രിസണിൽ നിന്നും ഇറക്കി വിടുമ്പോഴാണ്. ബാസ്റ്റൽ പ്രിസണിൽ നിന്ന് 18 ഇയേഴ്സായി അവിടെ പെട്ടിട്ട്. ഹി സ്റ്റേസ് വിത്ത് ഹിസ് ഓൾഡ് സെർവൻറ്റ് ഏൺസ്റ്റ് ഡിഫാർജ് അപ്പോൺ റിട്ടേൺ ഫ്രം ജയിൽ. ഹിസ് ഡോട്ടർ ലൂസി ജോയിൻസ് ഹിം ഇൻ പാരീസ് ആൻഡ് ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ദ ഇയേഴ്സ് ഇൻ പ്രിസൺ ഹാവ് അൾട്ടേർഡ് ഹെർ ഫാദേഴ്സ് മെൻ്റൽ ഹെൽത്ത്, ഹു ഈസ് കറൻ്റ്ലി ഒബ്സസ്ഡ് വിത്ത് മേക്കിംഗ് ഷൂസ്. അപ്പം ഡോക്ടർ മെനറ്റ് ഇപ്പം നിൽക്കുന്നത് ഏൺസ്റ്റ് ഡിഫാർജിൻ്റെ കൂടെയാണ്. ലൂസി മെനറ്റ് ഫാദറിനെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് ഫാദർ ഷൂസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫാദർ സ്വന്തം ഫാദറിനെ ജയിലിലുണ്ടായിരുന്ന ആ ഒരു കോഡ് നമ്പർ വെച്ചിട്ട് വിളിക്കുക. അങ്ങനെ എപ്പോഴും പ്രിസണിലുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ്. മനസ്സ് കൊണ്ട് റെഡി ആയിട്ടില്ല. പ്രിസണിൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്ത് ടൈം ആൻഡ് ലവ് ലൂസി ഗ്രാജുവലി ഗെറ്റ്സ് ഹെർ ഫാദർ ബാക്ക് ആസ് എ സെയിൻ പേഴ്സൺ. അപ്പോൾ ഒരു ഇൻസെയിൻ പേഴ്സൺ ആയിരുന്നു. ഹി വാസ് ലൈക്ക് എ മാഡ് വൺ. പിന്നെ with love and time, Lucy changed her father. 5 years later, Dr. Manet and Lucy are called in as witness in a treason case in which Darnay is the accused. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം മെനറ്റിനെയും ഡോക്ടർ ലൂസിനെയും ഡാർണേ എന്ന് പറയുന്ന ഒരാൾ കേസിൽ പെട്ടുപോയതിന് വിറ്റ്നസ് ആയിട്ട് വിളിക്കും. അപ്പോൾ ഡാർണേനെ രക്ഷപ്പെടുത്തുന്നത് ലൂസിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ കാട്ടൺ എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. കാട്ടൺ എന്ന് പറഞ്ഞാൽ ഹി ലുക്സ് സിമിലർ ടു ഡാർണേ. അപ്പോൾ ആ ലൂസിയുടെ സ്റ്റേറ്റ്മെൻറ്റും കാട്ടൺ സിമിലർ ആയതുകൊണ്ടും കാണാൻ സിമിലർ ആയതുകൊണ്ടും കാട്ടൺ അവിടെ കുടുങ്ങും, രക്ഷപ്പെടുകയാണ് ഡാർണേ. ഡാർണയും കാട്ടണും പിന്നെ ലൂസിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡാർണേനാണ് ലൂസി അക്സെപ്റ്റ് ചെയ്യുന്നത്. Now Darnay is taken off the hook with the help of Lucy's statement as well as some help from Darnay's doppelganger Carton. Doppelganger എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ട് കാണാൻ സിമിലർ ആയിട്ടുള്ളവരാണ് doppelganger എന്ന് പറയുക. Carton falls for Lucy, but Lucy goes on to marry Darnay. On their wedding day, Darnay reveals his actual identity and this shocks Dr. Manet. അപ്പം ഡാനേൻ്റെ ഒരു ആക്ച്വൽ ഐഡൻറ്റിറ്റി ഡോക്ടർ മെനറ്റിൻ്റെ അടുത്ത് അവരുടെ വെഡ്ഡിങ് ഡേയിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മെനറ്റ് ജയിലിൽ പോകാൻ കാരണം ശരിക്കും ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് പോയതല്ല. എവർമോൺ ഫാമിലിയിൽ പെട്ടവർ റേപ്പൊക്കെ ചെയ്തത് അലക്സാണ്ടർ മെനറ്റ് ഈ ഡോക്ടർ മെനറ്റ് കണ്ടുപിടിച്ചപ്പം അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ മെനറ്റിനെ ജയിലിൽ അടച്ചത്. അപ്പോൾ ആ ഒരു എവർമോണ്ടിൻ്റെ ഫാമിലിയിൽ പെട്ട ആളാണ് ഡാർണേ എന്നുള്ളതാണ് ഇപ്പോൾ മാരേജ് ടൈമിൽ അറിയുന്നത്. ബട്ട് മകൾക്കും വേണ്ടിയിട്ട് ഫാദർ ഫോർഗീവ് ചെയ്യും. ഡാർണേ ആണെങ്കിൽ നല്ല ആളാണ്, ഡാർണേക്ക് നല്ല ഒരാളാവാൻ വേണ്ടിയിട്ടാണ് സ്ഥലമൊക്കെ മാറി വരുന്നത്. Anyway, Dr. Manet recovers soon. Meanwhile, the situation in Paris was worsening and a revolution breaks out against the aristocrats. Meanwhile, the situation in Paris was worsening and a revolution breaks out against the aristocrats. The Marquis is murdered and the steward writes to Darnay for help.
മാർക്കൂസ് ഡാനേൻ്റെ ഫാമിലിയിലുള്ള ആ റേപ്പ് ചെയ്ത ആളാണ്. അപ്പം മാർക്കൂസ് മേർഡേർഡ് ആവും. മാർക്കൂസിൻ്റെ സ്റ്റുവാർഡ് കാര്യസ്ഥനെ പോലെയുള്ള ഒരാൾ, കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ ഡാനയ്ക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ലെറ്റർ അയക്കും. ഡാനെ ലീവ്സ് ഫോർ പാരീസ് വിത്തൗട്ട് ഇൻഫോമിങ് ഹിസ് ഫാദർ ഇൻ ലോ ഓർ ഹിസ് വൈഫ് ആൻഡ് ഗെറ്റ്സ് ഇംപ്രിസൺഡ്. അപ്പോൾ അത് ചതിയായിരുന്നു. ഡാനേനെ മാഡം ഡിഫാജൊക്കെ വിളിച്ചു വരുത്തിയതാണ്. മാഡം ഡിഫാജിൻ്റെ ഫാമിലിയിൽ പെട്ട ആളെയാണ് ആ റേപ്പ് ചെയ്ത് കൊല്ലുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിന് വേണ്ടിയിട്ട് അവർ ട്രാപ്പ് ചെയ്തതാണ്. A few years later, however, Dr. Mennett relieves him from prison with his influence, but Dane gets imprisoned once again because of the vengeance chalked out by Madame Defarge. അപ്പം ഡോക്ടർ മെനറ്റ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡാനേനെ രക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ട്. ബട്ട് വീണ്ടും മാഡം ഡിഫാജ് കൊടുത്ത കേസ് കാരണം വീണ്ടും ഡാനെ ജയിലിലാവുകയാണ്. ഷീ ഓൾസോ പ്ലാൻസ് ടു എക്സിക്യൂട്ട് ലൂസി ആൻഡ് ഹെർ ഡോട്ടർ. ഡാനേൻ്റെ വൈഫ് ലൂസിനെയും മകളെയും കൊല്ലാനും കൂടെ ഡിഫാജിന് പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഫെയിൽസ് ആസ് എ റോ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ മിസ് പ്രോസ് ആൻഡ് എം ഡിഫാജ് എൻഡ്സ് അപ്പ് വിത്ത് മാഡം ഡിഫാജ് ഷൂട്ടിംഗ് ഹെർസെൽഫ് ബൈ മിസ്റ്റേക്ക്. പക്ഷെ അത് ഫെയിലാവും. കാരണം മാഡം ഡിഫാജ് അറിയാതെ അവളെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് മരണപ്പെട്ടു പോവാണ്. ഡാനെ ഇസ് സേവ്ഡ് ഫ്രം ദ ന്യൂസ് ബൈ കാർട്ടൺ ഹു ഇംപേഴ്സണേറ്റ്സ് ഹിം ആൻഡ് ഗെറ്റ്സ് ഹാങ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡാനെ ഹിംസെൽഫ്. അപ്പോൾ ഡാനേന് പകരം കാർട്ടൺ എന്ത് ചെയ്യും? വീണ്ടും ത്യാഗം ചെയ്യാണ്, സാക്രിഫൈസ് ചെയ്യാണ്. കാർട്ടൺ ആ സ്ഥാനത്ത് പോയിട്ട് ഡാനയ്ക്ക് പകരം കാർട്ടൺ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി കാർട്ടൺ ഹാങ് ചെയ്ത് മരണപ്പെട്ടു പോവുകയാണ്. കാർട്ടണും ഡാനയും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നാം. മാഡം ഡിഫാജും ലൂസിയും കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. അങ്ങനെ കുറേ ഡുവാലിറ്റി ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് റിലീജിയൻ ഇൻ ഫ്രാ ലിപ്പോ ലിപ്പി. അപ്പോൾ ഫ്രാ ലിപ്പോ ലിപ്പിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടാണ് റോബർട്ട് ബ്രൗണിങ് ഫ്രാ ലിപ്പോ ലിപ്പി എന്നുള്ള പോം എഴുതുന്നത്. So Fra Lippo by Robert Browning is all about the conflict between art and religion. അപ്പോൾ അതിൽ കാണുന്നത്, പോമിൽ കാണുന്നത് ആർട്ടും റിലീജിയനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ്. This poem is believed to have been inspired by Robert Browning's visit to Florence when he saw one of Fra Lippo's paintings called The Coronation of the Virgin. ഇപ്പോൾ Fra Lippo ഒറിജിനൽ ആൾക്കാരുടെ പോർട്രേറ്റ്സ് ആണ് വരച്ചിരുന്നത്. അപ്പം ദ കൊറോണേഷൻ ഓഫ് ദ വിർജിൻ എന്ന് പറയുന്ന പെയിൻറ്റിങ് കണ്ടിട്ടാണ് റോബർട്ട് ബ്രൗണിങ് ഈ ഒരു പോം എഴുതുന്നത്. എ പിക്ചർ വിച്ച് ഇൻ ദ പോം ഫ്രാ ലിപ്പോ ലിപ്പി പ്ലഡ്ജസ് ടു പെയിൻറ്റ് ഇൻ 6 months. അപ്പോൾ 6 മാസം കൊണ്ട് പെയിൻറ്റ് ചെയ്തോളാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണത്. ഫ്രാ ലിപ്പോ ലിപ്പി ദ പെയിൻറ്റർ വാസ് പ്ലേസ്ഡ് അറ്റ് എ മൊണാസ്ട്രി വെൻ ഹി വാസ് ജസ്റ്റ് 8 years old. He grew up to be a painter and stayed at the monastery until 1432. അപ്പം ഒരു മൊണാസ്ട്രിയിൽ പെയിൻറ്ററായിട്ട് വളർന്ന ഒരാളാണ് ഫ്രാ ലിപ്പോ ലിപ്പി. In 1452, he was appointed as chaplain to the convent of Saint Giovannino in Florence, and 5 years later he was made rector. Despite receiving a large income from his rectorship, he fell into poverty again and again. This poem by Browning is based upon this painter's life and rumors revolving around him. Lippo Lippi is a monk come painter who believed in 15th century. ഇപ്പോൾ ഒരു മോങ്കും ആണ്, ഒരു പെയിൻറ്ററും ആണ്. അപ്പോൾ ഒരു മോങ്ക് ആവുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ പോമിൽ പറയുന്നുണ്ട്. The poem begins when the monk is caught at the night by the guards of his patron, Cosimo di Medici. മോങ്കിനെ രാത്രി മോങ്കിൻ്റെ പാട്രൺ കൊസിമോ ഡി മെഡിസിയുടെ ഗാർഡ്സ് പിടിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി ദെൻ ബിഗിൻസ് ജസ്റ്റിഫൈങ് ഹിംസെൽഫ് ഫോർ ബീയിങ് ദർ അറ്റ് നൈറ്റ്. അപ്പോൾ രാത്രി എന്തിനവിടെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാണ്. പാർട്ടിങ് ഓർ വിസിറ്റിംഗ് ബ്രദേഴ്സ്, ഹി ടെൽസ് ദെം ഹൗ ഹാർഡ് ലൈഫ് ആസ് എ മോങ്ക് ഇസ്, how his parents died when he was young, leaving him an orphan, roaming and begging in the streets until he was taken to the monastery by his aunt, where he could eat his fill for the first time in life. പാരൻസ് മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ബെഗ്ഗിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ഒരു ആൻറ്റി ഒരു മൊണാസ്ട്രിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയ ശേഷമാണ് ആദ്യമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. They tried teaching him Latin, but it was in vain. ലാറ്റിനൊക്കെ പഠിപ്പിക്കാൻ നോക്കി, പക്ഷെ അത് ശരിയായില്ല. പിന്നെയാണ് ഫ്രാ ലിപ്പോ ലിപ്പിയുടെ ടാലൻറ്റ് പെയിൻറ്റിങ്ങിലാണെന്ന് മനസ്സിലായത്. Then they found out he had a talent in painting and decided that is what he should probably focus on. Fra Lippo Lippi thus takes to painting and paints everything as he sees it.
His painting of saints looked like the prayer's mistress and all the men look almost life-like. അപ്പം ഒരു ഒറിജിനൽ പോലെയാണ് അദ്ദേഹത്തിന് പെയിൻറ്റിങ്സ് തോന്നാറുള്ളത്. അപ്പം ഒരു ഒറിജിനൽ മെൻ പോലെയാണ് ഫാലിപ്പോലിപ്പിയുടെ പെയിൻറ്റിങ്സ് തോന്നാറുള്ളത്. The prior is obviously not happy with this and says there's too much body. Instead, there should be more soul than body in order to serve the purpose of religion through painting and art. Lippo rambles on until he starts feeling a bit guilty and then begins to vow that he falls into the good books of the monastery and church once again by painting an enormous painting which includes God and Madonna and the child along with a self-portrait. Bidding goodbye to the guards, he slips into the Medici Palace where he stays and asks them to turn off the torch as he doesn't need light to find his way. അപ്പോൾ ഒരു മോങ്കാവുന്നതിൻ്റെ കഷ്ടപ്പാടും ആർട്ടും റിലീജിയനും തമ്മിലുള്ള പ്രോബ്ലംസും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വരച്ച പിക്ചർ കാണുമ്പം പ്രയറൊക്കെ ടൂ മച്ച് ബോഡിയാണുള്ളത്, സോൾ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് റിലീജിയനെ പെയിൻറ്റിങ്ങിലൂടെ സെർവ് ചെയ്യാൻ പറയുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം മോങ്കായി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒരു ആർട്ട് റിലീജിയൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോം എൻഡ് ചെയ്യുന്നത് മെഡിസി അദ്ദേഹത്തിൻ്റെ പാട്രണിൻ്റെ ഗാർഡ്സിൽ നിന്ന് അദ്ദേഹം ഫ്രീ ആയിട്ട് തിരിച്ച് മെഡിസി പാലസിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ പോകുമ്പോൾ അവരടുത്ത് പറയുന്നുണ്ട് ടോർച്ച് ഓഫ് ആക്കിക്കോളൂ, ലൈറ്റിൻ്റെ ആവശ്യമില്ല ഫ്രാലിപ്പോലിപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഈ ഫ്രാലിപ്പോലിപ്പിയിൽ വരുന്നത്. അപ്പം സെക്ഷൻ 2 നമ്മളിപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്ഷൻ C അടുത്ത വീഡിയോയിൽ ചെയ്യാം. So if this video was useful for you, please do consider subscribing to this channel. Thank you.